Hi friends, Onam 2021 മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ട്ടോ. ഇതൊരു കുർത്തി മേക്കപ്പ് ലുക്ക് ആണ്. പിന്നെ എൻ്റെ ചെറിയ രണ്ട് ഹെയർ സ്റ്റൈൽസും കൂടി കാണിക്കുന്നുണ്ട് ട്ടോ ഇതിൽ. അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാനിവിടെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓയിൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ കണ്ണടച്ച് മേടിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. പിന്നെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിന്നിവിടെ യൂസ് ചെയ്യണത്. ഇനി നമുക്കൊരു പ്രൈമർ യൂസ് ചെയ്യാം. ഇത് Maybelline ഫിറ്റ്മിയുടെ Matte+Poreless പ്രൈമർ ആണ് കേട്ടോ. ഇതും നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് പ്രൈമറാണ്. അപ്പോൾ ഇത് ഫേസിനകത്ത് പോഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു സ്മൂത്ത് സർഫേസും പിന്നെ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഫേസിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ Maybelline സൂപ്പർ സ്റ്റേ 24 ഹവർ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് 312 ഗോൾഡൻ ആണ് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് മെയിനായിട്ട് ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനൊക്കെയാണ് സ്യൂട്ട് ആവുക. കാരണം ഇതൊരു മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ച് ഡ്രൈയിങ് ആവാൻ ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ഫേസിനകത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഫേസിന് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇനി നമുക്കൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. ഇത് M.A.Cൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡറാണ്. ഞാൻ വേറെ കൺസീലറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ഇത് പെട്ടെന്ന് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. കുറച്ച് പ്രോഡക്റ്റ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കും ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. ഇത് Maybelline ഷെയ്ഡ് നമ്പർ 36 ന്യൂഡ് പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. നല്ല നാച്ചുറലായിട്ട് തോന്നുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വരെ ഈ ഒരു ബ്ലഷ് യൂസ് ചെയ്യാം. കാരണം ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല. ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻ്റെ ഫേവറേറ്റ് ബ്ലഷാണിത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഷീറ്റ്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. വേറെ കോണ്ടോറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് നോസിൻ്റെ അവിടെയും കുറച്ച് താടിയുടെ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യണത്. വേറെ ഐഷാഡോ പാലറ്റ്സും കാര്യങ്ങളൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഇതും നല്ല അടിപൊളി ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വളരെ കുറച്ച് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി മിനി ലിപ്സ്റ്റിക്കാണ് കേട്ടോ നൈക്കയുടെ. അങ്ങനെ ഐഷാഡോ ലിപ്സ്റ്റിക്ക് കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയൊരു ലൈനർ ചെയ്യാം. ഇത് Maybelline കൊളോസൽ ലൈനറാണ്. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലൈനറാണ്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. വളരെ തിന്നായിട്ടാണ് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐ മേക്കപ്പ്. നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ വേറെ ഐഷാഡോ പാലറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. ഇനി നമുക്കൊരു മസ്കാര യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര ലാക്മേയുടെ Ikonic മസ്കാരയാണ് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ലാഷസിലൊക്കെ നന്നായിട്ട് ഒരു 3-4 കോട്ട് വീതം നമുക്കിത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ നമ്മൾ വേറെ കാജലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല. നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഇത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ ഒരറ്റത്ത് സ്പൂളി വരുന്നുണ്ട്, ഒരറ്റത്ത് പ്രോഡക്റ്റും. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നല്ല നാച്ചുറൽ ലുക്ക് തരുന്ന അടിപൊളി ഐബ്രോ പെൻസിലാണ്. നമുക്ക് കണ്ണടച്ച് മേടിക്കാൻ പറ്റിയുള്ള ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല നാച്ചുറലായിട്ട് തോന്നിക്കുന്നുണ്ട് ഐബ്രോസ് ഇതുകൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ. അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു. നല്ലൊരു നാച്ചുറൽ ഫിനിഷിങ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അടിപൊളി സംഭവമാണ്. ഇനി ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഞാനിവിടെ മെബിലിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണത്. ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ എൻ്റെ ചീക്സിലും നോസിലും ഒക്കെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഇന്നർ കോർണറിലും ഹൈലൈറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നേരത്തെ എടുത്ത ആ സെയിം ലിപ്സ്റ്റിക്ക്, നമ്മൾ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്ത സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യണത്. ഇത് നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ പെട്ടെന്ന് ഇതിന് പേര് മറന്നു പോയിട്ടോ, അതാണ്. ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം. ഇതൊരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും സ്കിൻ ടോൺസിനും മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഫേസിന് കുറച്ചുകൂടി ബ്രൈറ്റനിങ് എഫക്റ്റ് തരും. നമുക്ക് ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. ഞാൻ ജസ്റ്റ് ഒന്ന് മുടി അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ, അങ്ങനെ ഞാൻ ഓരോ സെക്ഷനായിട്ടൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ട് ചെയ്യണില്ല, വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുകയാണ് അയണി. അപ്പോൾ അങ്ങനെ എൻ്റെ ഹെയർ കുഞ്ഞു സെക്ഷൻസ് ഒന്നും ആക്കി എടുക്കുന്നില്ല, മൊത്തം ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ വേഗം അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നല്ലൊരു അയണറാണ് കേട്ടോ. നമുക്ക് ശരിക്കും അയൺ ചെയ്ത് കഴിഞ്ഞാൽ മുടി കുറച്ചുകൂടി സോഫ്റ്റ് ആകും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും കേട്ടോ. അയൺ ചെയ്യണേക്കാൾ മുന്നേ ഞാനൊരു സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോറിയലിൻ്റെ. അത് ആ ഒരു വീഡിയോ ഇവിടെ മിസ്സിങ് ആയി. ഇനി മുടി മൊത്തം നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലൊന്നുമല്ല. ജസ്റ്റ് ഞാനൊരു സെക്ഷൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ മാത്രമായിട്ട് ഇങ്ങനെയും കെട്ടി വെക്കാം. പിന്നെ ഞാനൊരു ചെറിയ സെക്ഷൻസ് ഒരു 3 എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഹെയർ സ്റ്റൈല്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ. കുറച്ചുകൂടി ഫ്രണ്ട് വോളിയം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അങ്ങനെ ഈ സൈഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ബാക്കിൽ ഒന്നിച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ഫ്ലവർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ബാക്കിൽ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈല്. നമ്മുടെ ഫ്രണ്ട് കുറച്ചും ഇങ്ങനെ വോളിയം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. എനിക്ക് അധികം പൂ വെക്കണതൊന്നും ഇഷ്ടമല്ല, ഞാൻ വളരെ കുറച്ചേ വെക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക്. ഞാനൊരു ഗ്രീൻ കളർ പൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇയറിങ്സ് നമ്മൾ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചെയ്തിട്ടുള്ളത് ഈ ദുപ്പട്ടയും ബോർഡറിൽ കസവ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. നല്ല കംഫർട്ടബിളായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വെറുതെ ആ നേരത്തെ ഉണ്ടായിരുന്ന സെയിം ഫ്രണ്ട് പോർഷനൊക്കെ സെയിമാണ്, ബാക്കിലൊന്നും ബൺ ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പൂ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.